കലാസ്നേഹികളെ, ഈ കഥ നടക്കുന്നത് ഇവിടെയെങ്ങുമല്ല, കോട്ടയം ടൗൺ. ഈ കോട്ടയം ടൗണിനെ പറ്റി പറയുകയാണെങ്കിൽ അങ്ങനെ KK റോഡ്, ML റോഡ്, MC റോഡും പിന്നെ TV റോഡും പാലസ് റോഡും കാണാം. അങ്ങനെ KK റോഡ്, ML റോഡ്, MC റോഡും പിന്നെ TV റോഡും പാലസ് റോഡും കാണാം. നീന്തുവാൻ പറ്റിയ തോടുണ്ട്, അവിടെ കിറങ്ങുവാൻ പറ്റിയ കള്ളുണ്ട്, കാഴ്ചയ്ക്ക് ബ്യൂട്ടിയുള്ള പെണ്ണും ചില നാടൻ ഹിപ്പികളെയും കാണാം. അങ്ങനെ KK റോഡ്, ML റോഡ്, MC റോഡും പിന്നെ TV റോഡും പാലസ് റോഡും കാണാം. സുഹൃത്തുക്കളെ, നിങ്ങളോർക്ക് ഈ ഗാനം ആലപിച്ചത് എന്താണ്? ഈ ഗാനം എന്താണ് ഇങ്ങനെ ആലപിച്ചതെന്ന്? ഇന്ന് ഞാൻ വളരെയധികം സ്നേഹിച്ചിരുന്നതും സ്നേഹിക്കുന്നതും ഞാൻ അനുകരിച്ചിരുന്നതുമായ, നമ്മൾ ഇഷ്ടപ്പെട്ടിരുന്നതുമായ വീടി രാജപ്പൻ സാർ നമ്മളെ പിരിഞ്ഞു പോയിട്ട് 10 വർഷം തികയാണ്. അദ്ദേഹം ജനുവരി 3, 1944 കോട്ടയംകാരനായി ജനിച്ചു. 2016 മാർച്ച് 24 അദ്ദേഹം നമ്മെ പിരിഞ്ഞുപോയി. പക്ഷികളുടെയും മൃഗങ്ങളുടെയും ഒക്കെ കഥയായിരുന്നു അദ്ദേഹം അവതരിപ്പിച്ചിരുന്നത്. കൂടാതെ മനുഷ്യൻ്റെ കഥയും അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. മനുഷ്യൻ്റെ ഒരു സൂപ്പർ ഹിറ്റ് കഥയായിരുന്നു അക്കിടി പാക്കരൻ, അതുപോലെ ലഹരി മുക്ക്, അതുപോലെ അമിട്ട്. പിന്നെ മൃഗങ്ങളുടെ ആയിരുന്നു ഏറ്റവും രസം പ്രിയേ നിൻ്റെ കൊര. നാടൻ്റെ കണ്ണുകൾ അമ്പട, നാടൻ്റെ കണ്ണുകൾ ആഹാ, നാടൻ്റെ കണ്ണുകൾ മുന്തിരി കണ്ണുകൾ, നാടൻ്റെ പൂട കറുത്ത പൂട. അങ്ങനെ അത് ഞാനിപ്പോൾ ഓർക്കുന്നു, പ്രിയേ നിൻ്റെ കൊര. പിന്നെ പൊത്തുപുത്രി, അത് എലികളുടെ സ്നേഹമായിരുന്നു. ചെയ്യുന്ന സുന്ദരി, അത് കോഴികളുടെ സ്നേഹമായിരുന്നു. എന്നെന്നും എൻ്റെ കുരങ്ങേട്ടൻ്റെ, അത് കുരങ്ങിൻ്റെ സ്നേഹം ആയിരുന്നു. പിന്നെ അങ്ങനെ അങ്ങ് പോകുന്നു രസകരമായ കഥകളും കാര്യങ്ങളും. ഞാൻ ഇദ്ദേഹത്തെ 1983 5ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അന്നാണ് ഇദ്ദേഹത്തിൻ്റെ കാസറ്റ് ഞാൻ ആദ്യമായി കേൾക്കുന്നത്. ആദ്യമായി കേട്ട കാസറ്റാണ് മാക്ക് മാക്ക്. അത് തവളകളുടെ പ്രേമമായിരുന്നു. ഈ കഥകളെല്ലാം തന്നെ നടക്കുന്നത് കോട്ടയത്തായിരുന്നു. അദ്ദേഹം കോട്ടയംകാരനായതുകൊണ്ടായിരിക്കാം അദ്ദേഹം കോട്ടയത്തെ വളരെയധികം എല്ലാ കഥാപ്രസംഗത്തിലും ചേർത്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഇന്ന് നമ്മെ പിരിഞ്ഞു പോയിട്ട് 10 വർഷം തികയാണ്. അദ്ദേഹത്തിന് ഞാൻ സ്മരണാഞ്ജലികൾ അർപ്പിക്കുന്നു, അദ്ദേഹത്തിന് ഞാൻ പ്രണാമം അർപ്പിക്കുന്നു. അപ്പോൾ സുഹൃത്തുക്കളെ, നന്ദി, നമസ്കാരം.